മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ വരികയാണ് അല്ലേ, ഓണം പരീക്ഷ. അപ്പോൾ 3-ാം ക്ലാസ് അറബിക്കിലെ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് സാർ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ പുസ്തകം മാറിയതുകൊണ്ട് പുതിയ പുസ്തകത്തിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. അത് നമ്മുടെ ചാനലിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡലാണ്. അപ്പോൾ ഇതേ ചോദ്യങ്ങളോ ഇതുപോലത്തെ ചോദ്യങ്ങളോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കിയാലോ. മകൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ, നിങ്ങൾക്കറിയാം 2-ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതിൽ ആകെ 5 പ്രവർത്തനം ഉണ്ടാവും. അത് 5 പ്രവർത്തനവും നിങ്ങൾ ചെയ്യേണ്ടിയും വരും. നമുക്കിവിടെ അതുപോലെ തന്നെ ആയിരിക്കും. ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ. നഖറഉൽ ഫിഖറ വനുജീബ് അനിൽ അസ്ഇല. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് കണ്ടോ. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. എന്താണ് പാരഗ്രാഫ്? ഈ പാരഗ്രാഫ് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. ഖബ്ലൽ ഈദി ദഹബ മിൻഹാജ് മഅ അബീഹി ഇലാ മഹല്ലിൽ അഖ്മിഷ. ഈദിന് മുമ്പ് മിൻഹാജ് ഉപ്പയോടൊപ്പം വസ്ത്രക്കടയിൽ, അതായത് ടെക്സ്റ്റൈൽസിൽ പോയി. ഇഷ്തറ ലഹുൽ അബു ബന്തലൂനൻ വ ഖമീസ. അബു അവന് പാൻറ്റും ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു. ഖറജ മിൻഹാജ് മിനൽ മഹല്ല്. പുറത്തേക്ക് വന്നു മിൻഹാജ് കടയിൽ നിന്ന്. ഫറഅ വലദൻ യഖിഫു മഅ ഉമ്മിഹി. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉമ്മയോടൊപ്പം നിൽക്കുന്നു. കാന ഖമീസുഹു ഖദീമ. അവൻ്റെ ഷർട്ട് പഴയതാണ്. ഫഹസിന മിൻഹാജ്. അപ്പോൾ മിൻഹാജിന് ദുഃഖം തോന്നി. വഅതാഹു ഖമീസഹു അൽ ജദീദ്. അവൻ്റെ പുതിയ ഷർട്ട് അവന് കൊടുത്തു. സ്വാറൽ വലതു മസ്റൂറൻ. കുട്ടി സന്തോഷവാനായി. ലമ്മൽ അബു മിൻഹാജൻ ഇലൈഹി. ഉപ്പ അവനെ ചേർത്ത് പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, അഹ്സൻ തയ്യാബുനയ്യ, മിടുക്കൻ എന്ന് പറഞ്ഞു. സുമ്മ ഇഷ്തറ ലഹു ഖമീസൻ അഹർ. അവന് വേറെ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ ചോദ്യം നോക്കൂ. ചോദ്യത്തിന് 4 ഓപ്ഷനൊക്കെ ഉണ്ട്. ഇല ഐന ദഹബ മിൻഹാജ് മഅ അബീഹി ഖബ്ലൽ ഈദ്. ഈദിന് മുമ്പ് മിൻഹാജ് ഉപ്പയോടൊപ്പം എവിടേക്കാ പോയത്? ഇല മഹല്ലിൽ അഹദിയ, ഷൂക്കട. ഇല മഹലിൽ അഖ്മിഷ, ഷർട്ട് കട. ഇല ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. ഇല സൂഖ്, അങ്ങാടിയിലേക്ക്. എവിടേക്കാ പോയത്? ഇതിലുണ്ടല്ലേ, ഇല മഹലിൽ അഖ്മിഷ. ഇവിടെ പാരഗ്രാഫ് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ ഇല മഹലിൽ അഖ്മിഷ എന്നതാണ് വരിക. ഓക്കെ. കൈഫ കാന ഖമീസുൽ വലദില്ലദി റആഹു മിൻഹാജ്. മിൻഹാജ് കണ്ട കുട്ടിയുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു? ഇതിൽ പറയുന്നുണ്ടല്ലോ, കാന ഖമീസുഹു ഖദീമൻ, അല്ലെ, പഴയതാണ് എന്നാണ്. അപ്പൊ ഇവിടെ ഏതാ വരിക? ജദീദ്, മുലവ്വനൻ, ഖദീമൻ, നളീഫൻ. ഏതാണ്? ഖദീമൻ. ഖദീമൻ ആണ് വരിക. പാരഗ്രാഫ് പോലെ എഴുതണം. നക്തഷിഫ് മിനൻ നസ്. മുകളിലെ പാരഗ്രാഫ് എന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനാണ്. അൽ വലതു യഖിഫു. കുട്ടി നിൽക്കുന്നു. മഅ, ആരുടെ കൂടെ? പാരഗ്രാഫ് വായിച്ചു നോക്കണം. അൽ വലതു യഖിഫു, ദാ വലദൻ യഖിഫു മഅ ഉമ്മിഹി, അല്ലേ? അപ്പൊ ഉമ്മിഹി എന്ന് എവിടെ ചേർക്കണം? എവിടെ ചേർക്കണം? ഇവിടെ വരണം. മനസ്സിലായോ? ഡാഷ് അൽ അബു മിൻഹാജൻ ഇലൈഹി. ഉപ്പ മിൻഹാജിനെ എന്തു ചെയ്തു? ആ വാക്ക് ഇതിലുണ്ട്, ചേർത്ത് പിടിച്ചു എന്നല്ലേതാ. ലമ്മൽ അബു മിൻഹാജൻ ഇലൈഹി. അപ്പൊ ഈ ലമ്മ മാത്രം എഴുതിയാൽ മതി, അല്ലേ? ലമ്മ മാത്രം എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? ഖറജ യഖ്റുജു. ഖറജ യഖ്റുജു ആണ്. അങ്ങനെയെങ്കിൽ ഡാഷ് യഹ്സുനു, അല്ലേ? യഹ്സുനുയുടെ മാദി ഏതാണ്? ഈ പാരഗ്രാഫിലുണ്ട്. എവിടെന്ന് പറയൂ? ദഹിക്കണോ? ഹസീന. ഹസീന യഹ്സുനു ആണ്. നമ്മൾ പഠിച്ചതല്ലേ പാഠപുസ്തകത്തില്? അതെ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ ഹയ്യാ നഉദ്. ഇതിന്റെ എണ്ണം എഴുതാനാണ്, അല്ലേ? ഇത് എത്രയാ? ഇത് കം 20, ഇത് 50, ഇത് 30, ഇത് 70, ഇത് 90. അപ്പൊ ആ നമ്പറുകൾ ഇവിടെ എഴുതണം. 30 എവിടെ എഴുതണം? 30 ഇങ്ങോട്ട് വലിച്ചെഴുതണം, ഇവിടെ എഴുതണം, അല്ലേ? 90 എത്രയാ? 90, അല്ലേ? ഇതിലേക്ക് എഴുതണം. 50 കം 50, 50-ലാണ്, അല്ലേ?
ഇഷ്റൂൻ 20 ദേ ഇവിടെ വരും. പിന്നെ സബഊൻ ഇവിടെ വരും. അഷറ ഉണ്ടോ ഇതില്? അഷറയില്ല. അപ്പൊ ഒരെണ്ണം ഇല്ല. എല്ലാം കൂടി എഴുതേണ്ട കാര്യമില്ല അല്ലേ? അഷറയില്ല. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. ഇനി ഹയ്യാ നുക്കമ്മിൽ, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഡാഷ് ബാബു അസുജാജ് അല്ലേ? ഇവിടെ എന്ത് പറ്റി? ബാബു എന്തെടുക്കുകയാണ്? എടുത്തു അല്ലേ? എടുത്തു എന്നുള്ളതിന് ഇവിടെ ഒരു വാക്കുണ്ടല്ലോ, ഏതാന്ന് പറയും? സഖത്തയാണോ, അഖദയാണോ, കസറയാണോ? ഏതാ വരിക? അഖദ അല്ലേ? അഖദ നമ്മളിവിടെ എഴുതണം. അടുത്തത് ഡാഷ് അസുജാജു മിൻ യദിഹി, അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണു അല്ലേ? വീണു എന്നുള്ളതിന് വാക്ക് ഏതാ? സഖത്ത എന്നിവിടെ വരും. പിന്നെ ഡാഷ് ബാബു അസുജാജ്, ബാബു സുജാജ് എന്ത് ചെയ്തു? പൊട്ടിച്ചു അല്ലേ? പൊട്ടിച്ചു. അപ്പൊ കെസറ പൊട്ടിച്ചു. ഓക്കെ, ഇതുപോലുള്ള വേറെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഹയ്യാ നുക്കമ്മിലുൽ ഹിവാർ, ഇവിടെ ഒരു ഹിവാർ പൂർത്തിയാക്കണം അല്ലേ? അബും ബാസിമും തമ്മിലുള്ള ഹിവാറാണ്. അബു ബാസിം ഉണ്ട്, പിന്നെ ഉമ്മയുണ്ട്, റാഷിദിയൊക്കെ ഉണ്ട്, പിന്നെ മുഹമ്മദ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ചോദിക്കാണ് മസാ അൽ ഖൈർ. അബു ബാസിം എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും? മസാ അൽ ഖൈർ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? പറയും മസാ അന്നൂർ എന്നിവിടെ എഴുതണം അല്ലെ? മസാ അന്നൂർ എന്നിവിടെ എഴുതണം. അബ് പറഞ്ഞു സാഅത്തി, എന്റെ വാച്ച്. മൻ ഡാഷ് ഹാദ, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്റെ വാച്ച് ആരാണ് പൊട്ടിച്ചത് എന്നതിന് വാക്കേതാ? കെസറ നമ്മൾ ഇവിടെ എഴുതണം. അപ്പൊ ഉമ്മ പറഞ്ഞു ലാ അതിരി, എനിക്കറിയില്ല. അബു ചോദിച്ചു ഡാഷ് യാ റാഷിദ, റാഷിദ പെണ്ണേന്നാണ് കേട്ടോ. റാഷിദേ നീയാണ്, ഇത് പെണ്ണ, ഒരു ഗേളാണല്ലേ? അപ്പോ നീ എന്ന് പറയാൻ, ഗേളിന് നീ പറയാൻ അൻതി യാ റാഷിദ, എന്നാണോ? ആണ്. അപ്പൊ റാഷിദ ചോദിച്ചു ലാ യാ ബാബ, ഞാനല്ല. അപ്പൊ ബാസിമിനോട് ചോദിച്ചു നീയാണോ? നീ എന്ന് പറയാൻ ബാസിം ആയതുകൊണ്ട് അൻത യാ ബാസിം, നീയാണോ ബാസിമേ? അല്ല. മുഹമ്മദ് അനയാ ബാബ. അപ്പോ യാ ബുനയ്യ, മോനെ ഡാഷ് സ്വാദിക്കും, നീ സത്യസന്ധനാണ്, നീ അല്ലേ? ഇപ്പൊ വീണ്ടും അൻത. മുഹമ്മദ് ബോയ് ആയതുകൊണ്ട് അൻത. ഓക്കെ, ഇനി ഇത് ഈ നേരത്തെ പറഞ്ഞ അൻതയും അൻതയും ഒന്നും കൂടി ചെയ്യാനുള്ള പ്രവർത്തനമാണ് അല്ലേ? യാ മുഹമ്മദ് ബോയ് ആണ് അല്ലേ? അപ്പൊ അൻതിയാണോ അൻതിയാണോ? അൻത അല്ലേ? പിന്നെ യാ റിസാല എന്താണ്? ഗേളാണ്, താഴെയുള്ളതുകൊണ്ട്. അപ്പൊ അൻതി. പിന്നെ യാ ലുബാനയും ഗേളാണ് അല്ലേ? അപ്പൊ അൻതി. യാ മിൻഹാജ് ആയതുകൊണ്ട് ലായിബ്, അൻത ലായിബ്. പിന്നെയോ യാ ഫായിസും ബോയ് ആയതുകൊണ്ട് അൻത തന്നെയായിരിക്കും. ഓക്കെ, ഇത് ഈ രണ്ട് രീതിയിലും, ഈ ഹൈവാർ പോലെയും ഇതുപോലെയൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി ആറാമത്തെ പ്രവർത്തനം എന്താണ്? ഉക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാൻ. ബുൽബുലുൻ സഗീറുൻ യഹ്യാ ഫിൽ ഉർശ് അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യഈഷ് അല്ലേ? ഇവിടെ ബുൽബുൽ സഗീർ, ബുൽബുല് ഒരു ചെറുതാണ്. യഹ്യാ ഫിൽ ഉർശ്, അത് കൂട്ടിലിരിക്കുന്നു. അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യതീർ, അതിന്റെ ഉമ്മ എങ്ങനെയാണ് പറക്കാന്നതിന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയോ സൂസുൻ സഗീർ അല്ലേ? സൂസുൻ സഗീർ, ചെറിയ കോഴിക്കുഞ്ഞ്. ഫിൽഹും, കോഴിക്കൂട്ടിൽ അതെന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. അപ്പൊ നമ്മള് ഇവിടെ വിട്ടുപോയ വാക്ക് ഏതാണ്? ഇതുപോലെ അല്ലെ? അപ്പൊ ഈ യഹ്യ എന്ന വാക്ക് നമ്മൾ എവിടെ കൊടുക്കണം? ഇവിടെ എഴുതണം അല്ലെ? യഹ്യ എന്നുള്ളത് ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെ അല്ലമത്തുഹു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ.
അല്ലമത്തുഹു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതിനു വേണ്ടി കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യജിരി ഓടുന്നു, തല്ല് പുറ്റ് കേട്ടോ, കുന്ന്, യഅ്കുലു തിന്നുന്നു, യതീറു പറക്കുന്നു. അപ്പൊ ഇവിടെ അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യതീർന്ന, ഉമ്മ എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് ബുൽബുലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എന്താണ് സൂസിന്റെ ഉമ്മ എന്താ പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ, കോഴിക്കുഞ്ഞിന് തിന്നുന്നത് എങ്ങനെയാ അല്ലെ. അപ്പൊ അല്ലമത്തുഹു ഉമ്മുഹു, ഈ ഉമ്മുഹു അല്ലെ, ഈ ഉമ്മുഹു ഇവിടെ വരണം. അതുപോലെ കൈഫയും ഇവിടെ വരണം. ഉമ്മ എന്താ ചെയ്യാനാ പഠിപ്പിച്ചത്? തിന്നുന്നു അല്ലെ. അപ്പൊ അതാണ് യഅ്കുലു, ഈ യഅ്കുലു അവിടെ ചേർക്കണം. മനസ്സിലായോ? ഈ യഅ്കുലു. അപ്പൊ എങ്ങനെ എഴുതും? അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യഅ്കുൽ, അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യഅ്കുൽ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അടുത്തതോ ഫർഹ്, ഫർഹ് അല്ലെ, കിളിക്കുഞ്ഞ്. ഫർഹുൻ ഇവിടെ എന്താ വരിക? സഗീർ അല്ലെ. അപ്പൊ ഈ സഗീർ ഇവിടെ വരും. ഈ സഗീർ ഇവിടെ എഴുതണ്ടേ? ഫർഹുൻ സഗീറുൻ. നേരത്തെ പറഞ്ഞ പോലെ യഹ്യ അല്ലെ, യഹ്യ എവിടെ താമസിക്കുന്ന അതും കൂട്ടി തന്നെയല്ലേ. അപ്പൊ ഫിൽ ഉഷ്, യഹ്യ ഫിൽ ഉഷ്. പിന്നെ അല്ലമത്തുഹു ഉമ്മുഹു, ഉമ്മ എന്താ പഠിപ്പിച്ചിട്ടുണ്ടാവുക? ഈ കിളിക്കുഞ്ഞിനെയും പറക്കാൻ തന്നെയല്ലേ. അപ്പൊ അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യതീർ. ഇത് മുഴുവൻ നമുക്ക് ഇവിടെയും എഴുതാം. മനസ്സിലായോ? ഇനി ആരാണ്? നംല്, നംല്, നംലുൻ മുകളിൽ പറഞ്ഞ പോലെ സഗീർ, നംലുൻ സഗീറുൻ. പിന്നെ യഹ്യ അല്ലെ, യഹ്യ, യഹ്യ ഫി അത്തല്ല് അല്ലെ, കുന്നിന്റെ മുകളിൽ താമസിക്കുന്നു. അല്ലമത്തുഹു ഉമ്മുഹു, അതിന്റെ ഉമ്മ അതിന് പഠിപ്പിച്ചെന്ത്? കൈഫ യജിരി, എങ്ങനെ നടക്കണമെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കൈഫ യജിരി, യജിരി ഇവിടെ വരും. അങ്ങനെ ആ സെന്റൻസ് പൂർത്തിയാക്കണം. മനസ്സിലായോ മക്കളെ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി തരാനുള്ളത്. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഇഷ്ടമായോ? അപ്പൊ ഈ പരീക്ഷയ്ക്ക് ശേഷം, ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വരും കേട്ടോ. അത് നിങ്ങൾ കാണണം. ഓക്കെ. അപ്പൊ നന്നായി എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.